നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലാർക്കണ്ടി. ഇന്നത്തെ വിഷയം വീടുകൾ റിനോവേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. മിക്കവാറും എല്ലാ വീടുകളും പഴയതായി കഴിഞ്ഞാൽ അതിലൊരു റിനോവേഷൻ നടക്കാറുണ്ട്. ചെറിയ തോതിലെങ്കിലും പൊളിച്ചു പണിയാറുണ്ട്. ഇങ്ങനെയുള്ള പൊളിച്ചു പണിയലുകൾ പല വിധത്തിലാണ്. ചില കേസിൽ നമുക്ക് 2 റൂമുകൾ തമ്മിൽ ഒന്നാക്കാൻ വേണ്ടി ഒരു ചുമര് പൊളിച്ചു മാറ്റിയിട്ടൊക്കെ റൂം സൈസ് കൂട്ടാൻ വേണ്ടി വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ചില വർക്കുകളെല്ലാം നടക്കാറുണ്ട്. അതുപോലെ തന്നെ ചില കേസുകളിൽ ഒരു റൂം അഡീഷണൽ ആയിട്ട് കൂട്ടിയെടുക്കാനായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മുഴുവനായിട്ടും നമുക്ക് പുതിയ ഒരു കൺസ്ട്രക്ഷൻ ഈ പഴയ വീടിനോടൊപ്പം ചെയ്യാനായിരിക്കും. പലപ്പോഴും വീടിനുള്ളിലുള്ള സൗകര്യങ്ങൾ കുറഞ്ഞത് തന്നെയാണ് വീടിൻ്റെ സൈസ് കൂട്ടാനും അതിനുള്ളിൽ ഒരു പൊളിച്ചുപണിയൽ നടത്താനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് വീട് ഭംഗി പോരാത്തത് കൊണ്ട് തന്നെ, മുമ്പ് ചെയ്തിരിക്കുന്ന വീടിന് ഭംഗിയില്ല എന്നതുകൊണ്ട് തന്നെ പുതിയ ഒരു മോഡലിലേക്ക് റിനോവേറ്റ് ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളും നടത്താറുണ്ട്. ഏതായാലും പഴയ വീട്ടിൽ പലപ്പോഴായിട്ട് നമുക്ക് ചെറുതായാലും വലുതായാലും ഒരു പൊളിച്ചുപണി എപ്പോഴും നടക്കാറുണ്ട്. പുതിയ വീടുണ്ടാക്കുമ്പോൾ വ്യക്തമായ എസ്റ്റിമേഷനോട് കൂടി നമുക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ആ വീട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. എന്നാൽ റിനോവേഷൻ ആകുന്ന സമയത്ത് നമുക്ക് കാണാത്ത കുറേ ചിലവുകൾ നമുക്ക് ആ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചില വാതിലോ ജനലോ ഒക്കെ മാറ്റുന്ന സമയത്ത് അത് വിചാരിച്ചതിൽ കൂടുതൽ അതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ട് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരിക. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു പൊളിച്ച് കഴിയുന്ന സമയത്താണ് അതിന് കൂടുതൽ തകരാറുകളുണ്ട്, അതല്ലെങ്കിൽ അവിടെ പൊളിഞ്ഞു വീഴുന്നുണ്ട്, മാറ്റിയിട്ട് ഒരു കോളം ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ വേറൊരു ചുമര് മാറി കെട്ടേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് വരാറുണ്ട്. ഇങ്ങനെ ഓരോ ജനലോ വാതിലോ ഒക്കെ നമ്മൾ മാറ്റേണ്ടി വരുന്ന സമയത്തെല്ലാം ആ ഒരു ഏരിയ മുഴുവനായിട്ടും പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ കാര്യങ്ങളിലെല്ലാം നമുക്ക് മാറ്റമുണ്ടാകും. വലിയ തോതിലുള്ള ഒരു റിനോവേഷൻ ആണെങ്കിൽ ആ റൂമുകൾ മുഴുവനും ഇലക്ട്രിക്കലും അതോടൊപ്പം തന്നെ ബാത്റൂംസിലൊക്കെ പ്ലംബിംഗ് ലൈനുകളും എല്ലാം നമുക്ക് മാറ്റേണ്ടി വരും. ചില സമയം നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, ബാക്കി മുഴുവനും പുതിയ വർക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ കാൽക്കുലേഷൻ വേണം. പലപ്പോഴും ഈ പഴയ വീട് തന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ആ വീടിനോടുള്ള എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന വീടാണ്, അതുകൊണ്ട് തന്നെ ആ വീട് തന്നെ വേണം എന്ന് ചിലർക്കെല്ലാം നിർബന്ധമുണ്ടാകും. അങ്ങനെയൊക്കെ ആയിരിക്കാം അതേ വീട് തന്നെ ചെയ്യുന്നത്. എന്നാലും നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പുതിയ വീടും ആ പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായും മനസ്സിലാക്കി വേണം ചെയ്യാൻ. കാരണം ഇങ്ങനെ വലിയൊരു തുക ഈ പഴയ വീട്ടിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയുക പുതിയൊരു വീടുണ്ടാക്കിയാൽ മതിയായിരുന്നു, വിചാരിച്ചതിലും കൂടുതൽ പണം ഇവിടെ ചെലവായി എന്നൊക്കെയായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊളിച്ചുപണികളെല്ലാം ഉണ്ടെങ്കിൽ പുതിയ വർക്കും പഴയതും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കി മാത്രം ഇങ്ങനെയുള്ള റിനോവേഷൻ വർക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു വലിയ രീതിയിലുള്ള പൊളിച്ചുപണി ആ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പുതിയ വീട് പോലെ തന്നെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ റിനോവേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം ഈ റിനോവേഷൻ വർക്കിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. ചിലപ്പോഴെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ രീതിയിൽ എത്ര മോഡേൺ ആയിട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീട് ഫിനിഷ് ചെയ്താലും ചില ഭാഗങ്ങളെല്ലാം ആ പഴയതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് പഴയതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ ചില വാതിലുകളാകാം, ചിലപ്പോൾ ചില ജനലുകളാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ജനലിൻ്റെ ഗ്രില്ലാകാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഗം കാണുന്ന സമയത്ത് നമുക്കത് പഴയതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വലിയ ഒരു രീതിയിലുള്ള റിനോവേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വേണം നിങ്ങൾ അത് പഴയതാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു റിനോവേഷനാണ് ആ വീടിൻ്റെ ഒരു പുതുമ നിലനിർത്താൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ സ്ട്രക്ചർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫിനിഷിംഗ് വർക്കുകളും നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റാണ്. പുതിയ മെറ്റീരിയലുകളാണ് നിങ്ങൾ പിന്നെ എല്ലാം ഉപയോഗിക്കുന്നത്. വയറിംഗ് ആയാലും പ്ലംബിംഗ് ആയാലും ഫ്ലോറിംഗ് ആയാലും പെയിൻറ്റിംഗ് ആയാലും എല്ലാം പുതിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വീട് നിർമ്മിക്കാനുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതായത് ഒരു പുതിയ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞുള്ള എന്തൊക്കെ ചെലവുണ്ടോ അത് മുഴുവനും നിങ്ങൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ
പഴയ വീട് പൊളിക്കുന്നതിനുള്ള ഒരു ചിലവ് കൂടി നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പണം ഈ പഴയ വീടിന് പുതിയ വീടിനേക്കാളും ആ വർക്കുകൾ നടക്കുന്ന സമയത്ത് ചിലവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വീടിൻ്റെ സൗകര്യം കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന റിനോവേഷൻ വർക്കല്ല. കാരണം നിങ്ങളുടെ വീടിൻ്റെ സൗന്ദര്യം കൂടി കൂട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആ റിനോവേഷൻ ആ വർക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങളൊരു ജനലോ വാതിലോ മാറ്റുകയാണെങ്കിൽ അവിടെ പാച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാസ്റ്ററിംഗ് ഒന്നും നിങ്ങൾക്ക് ചെയ്താൽ പറ്റില്ല. ആ വീടിൻ്റെ ചുമരുകൾ മുഴുവനും റീപ്ലാസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കൺസ്ട്രക്ഷൻ. എന്നാലേ അതൊരു പുതിയ ചുമരായിട്ട് പുതിയ ഒരു കൺസ്ട്രക്ഷനായിട്ട് മാറുകയുള്ളൂ. അതല്ലാതെ പാച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായും ആ ചുമരിന് പുതുക്കമുണ്ടാകില്ല. ലൈറ്റ് അടിക്കുന്ന സമയത്തൊക്കെ പഴയതും പുതിയതും തമ്മിൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള ചുമരുകൾ ചെയ്യേണ്ടി വരും എന്നും കൂടി മനസ്സിലാക്കുക. ഇങ്ങനെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മോഡിഫിക്കേഷൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫൗണ്ടേഷന് പ്രാധാന്യമുണ്ട്. ഫൗണ്ടേഷൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന്, ഫൗണ്ടേഷൻ്റെ ഉറപ്പാണ്. ഈ വീടിൻ്റെ പുതിയ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിലെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഇതിന് ഫൗണ്ടേഷൻ ഉറപ്പുണ്ടോ എന്ന ഇക്കാര്യത്തിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സേവനം അറിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുക. ചില പഴയ വീടുകളെല്ലാം നോക്കിയാൽ അറിയാം, അവിടെ തറ കുറഞ്ഞിട്ടുണ്ടാകും. 45 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള ഒരു തറ കുറേ വർഷങ്ങൾക്ക് ശേഷം വെള്ളം വരുന്ന സമയത്ത് വെള്ളം ആ പറമ്പിലേക്ക് കയറുമ്പോൾ തീർച്ചയായും കുറച്ച് ഫില്ലിംഗ് എല്ലാം നടത്തും. അതിനുശേഷം വീണ്ടും വെള്ളം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് അവിടെ കുറച്ചുകൂടി ഉയരം കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ തറ കുറയുകയും വീടിൻ്റെ ചുമരിലേക്ക് നനവ് കയറുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ഇത് പലപ്പോഴും ആദ്യമൊന്നും ശ്രദ്ധിക്കില്ല. കാരണം ആദ്യത്തെ പെയിൻറ്റിംഗ് എല്ലാം ഒരു സാധാരണ പെയിൻറ്റിംഗ് എല്ലാം ആയിരിക്കും. എന്നാൽ വീട് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുട്ടി ഫിനിഷിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുട്ടിയിലെല്ലാം നനവ് കയറിയിട്ട് ഇതെല്ലാം കേടാകും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഡാമിനസുകളെല്ലാം ഉണ്ടാകുമ്പോൾ ആ നനവെല്ലാം അവിടെ വരുന്ന സമയത്ത് ഇത് പെയിൻറ്റിങ്ങിനെ ബാധിക്കും. ആ ചുമരിൻ്റെ സൈഡിലൊക്കെ താഴ്ഭാഗം മുഴുവനും മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇത് പലപ്പോഴും വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് പലരും ചിന്തിക്കും. ഇത് വീടിന്റെ നല്ലൊരു വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇത് റിനോവേറ്റ് ചെയ്യുന്നതിന് മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ അത് പഴയ ഒരു പെയിന്റിംഗ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതിൻ്റെ നനവൊന്നും അത്ര ശ്രദ്ധിക്കില്ല. എന്നാൽ പുട്ടിയെല്ലാം കഴിഞ്ഞിട്ട് പെയിൻ്റൊക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതായത് ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തറ കുറവാണെങ്കിൽ തീർച്ചയായും നനവ് കയറാനുള്ള സാധ്യതയുള്ള സ്ഥലം ആണെങ്കിൽ നിങ്ങൾ വലിയൊരു പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വലിയൊരു എമൗണ്ട് ഈ റിനോവേഷന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുകൂടി മനസ്സിലാക്കുക. കാരണം എത്ര നല്ല രീതിയിൽ ഇങ്ങനെയുള്ള വീടുകൾ നിർമ്മിച്ച് വെച്ചാലും ഇങ്ങനെ നനവ് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായും അത് നിങ്ങളുടെ വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ നനവുകളെല്ലാം കാണുമ്പോൾ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നോർത്ത് വിഷമമുണ്ടാകും. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള പൊളിച്ചുപണിയലുകൾ റിനോവേഷൻ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, ഇൻറ്റീരിയറിൽ ഈ റിനോവേഷന് ഏറ്റവും മാറ്റം ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള വെന്റിലേഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പഴയ പല വീടിനും വെന്റിലേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗം വെളിച്ചം കുറവുള്ള ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് ആ ഓപ്പണിങ്ങുകളെല്ലാം വലുതാക്കിയിട്ട് ലൈറ്റ് ഉള്ളിലേക്ക് കൂടുതൽ കടത്തിവിടുന്ന രീതിയിൽ നിങ്ങളുടെ വർക്കുകളെല്ലാം പോകുകയാണെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ലൈറ്റ് എത്തി കഴിയുന്ന സമയത്ത് ആ വീടിന് കൂടുതൽ ഭംഗിയുണ്ടാകും. കാരണം പഴയ വീടുകൾക്ക് പലപ്പോഴും ഇങ്ങനെ വെളിച്ചമില്ലാത്ത ഒരു കാര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തീർച്ചയായും കൂടുതൽ ലൈറ്റ് ഉള്ളിലെത്തിക്കുക. അങ്ങനെയാകുമ്പോൾ ആ ഒരു വീട് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി തോന്നിക്കും. അതുപോലെ തന്നെ പഴയ വീടുകളിൽ ഫ്ലോറിങ് പലപ്പോഴും റെഡ് ഓക്സൈഡോ ബ്ലാക്ക് ഓക്സൈഡോ ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ മൊസൈക്ക് ആയിരിക്കും. അതല്ലെങ്കിൽ പഴയ കാലത്തുള്ള മാർബിൾസൊക്കെ ആയിരിക്കും. അതിലൊരു ചേഞ്ച് നിങ്ങൾക്ക് ആവശ്യമാണ്. ഫ്ലോറിങ് മാറുന്നതോടുകൂടി അവിടെ നല്ല മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിട്രിഫൈഡ് ടൈൽസിലേക്കൊക്കെ നിങ്ങൾ മാറുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാക്കും. അതും കഴിയുന്നതും ലൈറ്റ് ഷെയ്ഡുകൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള റിനോവേഷൻ വർക്കുകളിൽ മാറ്റമുണ്ടാക്കും. ഡാർക്ക് ഷെയ്ഡ് എടുക്കണ്ട എന്ന് പറയാൻ കാരണം
പുതിയൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈൽസും എല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ആ റൂമിൻ്റെ സൈസും ആ റൂമിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലും ഇൻറ്റീരിയർ ലേഔട്ടുകളും എല്ലാം കറക്റ്റായിരിക്കും. പഴയതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടൈൽസൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡുകളാണെങ്കിൽ പഴയതിനേക്കാളും കൂടുതലൊരു മാറ്റം, കാരണം ഒരു പുതുക്കം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ലൈറ്റ് ഷെയ്ഡുകൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു മാറ്റം ആ വീടിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡുകൾ ഉപയോഗിച്ച് ഫ്ലോറിങ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിച്ചണൊക്കെ എത്തുന്ന സമയത്ത് പഴയ കിച്ചണൊക്കെ എന്തായാലും പൊളിച്ച് പണിയേണ്ടി വരും. കാരണം അതിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ട്രെൻഡുള്ള മോഡുലാർ കിച്ചണുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആ കിച്ചൺ മുഴുവനായിട്ട് നിങ്ങൾക്ക് മാറ്റി ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു അഡീഷണൽ ചിലവ് തന്നെയാണ്. പഴയതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അവിടെയൊന്നും നിലനിർത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റീരിയർ വാളുകളെല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു കാഴ്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ പഴയത് കഴിയുന്നതും ഒഴിവായി പോകണം. പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സൺഷെയ്ഡുകളെല്ലാം ചിലപ്പോൾ ഓൾറൗണ്ട് സൺഷെയ്ഡുകളെല്ലാം ഉണ്ടാകും. അതെല്ലാം വിൻഡോസിന് മാത്രം സൺഷെയ്ഡുകൾ ചെയ്ത് ബാക്കിയെല്ലാം പൊളിച്ച് അത് കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ ഷേപ്പ് പുതിയ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ റീപ്ലാസ്റ്ററൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു മാറ്റം വരും. അതല്ലെങ്കിൽ മുമ്പ് കണ്ട ആ വീടിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ റിനോവേറ്റ് ചെയ്താൽ തീർച്ചയായും ആ വീടിന് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് ഈ വീടിനെ പുതിയൊരു വീട് പോലെ ആക്കിയെടുക്കാനെല്ലാം നിങ്ങൾക്ക് സാധിക്കും. കൂടുതൽ പണം ചെലവഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പഴയ വീടിനെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നല്ലൊരു വീടാക്കി മാറ്റാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഈ കൺസ്ട്രക്ഷൻ സമയത്ത് വരാനുണ്ട്. അതിലേറ്റവും പ്രധാനം സാമ്പത്തികം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസയല്ല റിനോവേറ്റ് ചെയ്ത് കഴിയുമ്പോഴാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് പലപ്പോഴും പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ കൺസ്ട്രക്ഷൻ സമയത്ത് വരും. പുതിയ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ മെറ്റീരിയൽ റേറ്റുകൾ ചിലപ്പോൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാകുമെങ്കിലും പഴയ വീടിൽ അങ്ങനെയല്ല. ഓരോ ഭാഗം പൊളിച്ചു മാറ്റുമ്പോഴാണ് പുതിയത് നമുക്ക് അത് മാറ്റം വരുത്തണമെന്ന് തോന്നുക. കാരണം അതിലൊരു തകരാറുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കണം. അതിനേക്കാൾ കൂടുതൽ ഇതിങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ക്ലയൻസിനും പുതിയ പുതിയ ഐഡിയാസ് വരും. കാരണം ഈ വീട് കുറച്ചുകൂടി നന്നാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് ആ ചുമര് കൂടി പൊളിക്കാം, അതല്ലെങ്കിൽ അവിടെ കൂടി നമുക്ക് നന്നാക്കാം എന്നൊക്കെ തോന്നും. കാരണം ആദ്യം വിചാരിക്കാത്ത പല കാര്യങ്ങളും പിന്നീട് വീണ്ടും വീണ്ടും നന്നാക്കി ഈ വീടിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നതോടൊപ്പം തന്നെ ആ വീട് നന്നാകും. ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും കൂടുതൽ ഒരു ഭാഗത്തേക്ക് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതൊക്കെ പിന്നീട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീട് നന്നാകുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റും കൂടി വരും. ഇങ്ങനെ വരുമ്പോഴാണ് ക്ലയൻസ് പറയുക, പുതിയൊരു വീടുണ്ടാക്കിയാൽ മതിയായിരുന്നു, പഴയ വീടിന് ഇത്രയും പൈസ കയറി, പുതിയൊരു വീടുണ്ടാക്കുന്ന പൈസയായി ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പലപ്പോഴും തോന്നുന്നത് പിന്നീടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ ശരിയായ ഒരു താല്പര്യത്തോടു കൂടി ഇങ്ങനെ ചെയ്യണോ എന്ന് വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രം റിനോവേഷൻ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിനോവേഷൻ. അതത്ര ഈസി ഒന്നുമല്ല. നിങ്ങളുടെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിലും ഇങ്ങനെ വീട് മുഴുവൻ റിനോവേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഭംഗി കൂട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് പുതിയ വീടിൻ്റെയും പഴയ വീടിൻ്റെയും ബഡ്ജറ്റ് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള പ്രോജക്റ്റുമായി മുന്നോട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ, നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമ്മൾ വലിയ ഓപ്പണിങ്ങുകളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയെന്നുകൂടി ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ഒരു സ്ട്രക്ചർ എഞ്ചിനീയറുടെ സേവനം പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. കാരണം ക്ലയൻസ് നേരിട്ട് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടർ പറയുന്നത് പോലെയെല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കാൽക്കുലേഷനുകളെല്ലാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മുകളിൽ ചുമരും കൂടുതൽ ലോഡും അവിടെ വരുന്നുണ്ടാകും. എന്നാൽ താഴെ ഒരു ചുമര് പൊളിച്ച് കളയുന്ന സമയത്ത് അതിലേക്ക് ലോഡ് വന്നിട്ട് ഇവിടെ ഒരു ഫെയിലിയർ ആവാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിൻ്റെയോ മറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയോ അതല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ
സർവീസിൻ്റെയൊക്കെ ഒരു സർവീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ഗുണം ചെയ്യും. കാരണം അറിയാത്ത ഒരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോകണ്ട എന്നുകൂടി കരുതിയാണ് ഇങ്ങനെ പറയുന്നത്. തീർച്ചയായും സ്ട്രക്ചർ കൂടി നോക്കിയിട്ട് അതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പലരും റിനോവേഷനെ കുറിച്ച് വീഡിയോ ചെയ്തില്ല എന്ന് പലപ്പോഴായിട്ട് പറയാറുണ്ട്. കാരണം 50-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടും ഒരു റിനോവേഷൻ സബ്ജക്റ്റ് ചെയ്തില്ല എന്നത് ശരിയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ വീടുകൾ പോലെ തന്നെ പ്രധാനമാണ് പഴയ വീടുകളും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്തത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.